കൊളസ്ട്രോൾ കുറയ്ക്കുന്ന 4 പച്ചക്കറികൾ. ഈ 4 പച്ചക്കറികൾ കൊളസ്ട്രോൾ ഉള്ളവർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആ 4 പച്ചക്കറികൾ ഇതാണ്: 1 ചീര, 2 ബ്രൊക്കോളി, 3 വഴുതന, 4 വെണ്ടയ്ക്ക. ഈ 4 പച്ചക്കറികൾ എങ്ങനെയാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് എന്നറിയുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കാം ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് കൊളസ്ട്രോൾ ആവശ്യമാണ് എന്നത്. നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളുമുണ്ട്. നല്ല കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ ചീത്ത കൊളസ്ട്രോൾ കൂടുന്നത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് ഹൃദയാഘാതത്തിന് വരെ കാരണമാകാം. ഇനി ആ 4 പച്ചക്കറികൾ എങ്ങനെയാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു? 1 ചീര. ശരീരത്തിന് ആവശ്യമായ വിറ്റമിനുകളും ധാതുക്കളും പോഷകങ്ങളും ചീരയിൽ അടങ്ങിയിട്ടുണ്ട്. നാരുകൾക്ക് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ കഴിയും. കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനുള്ള ചില ഉയർന്ന ഫൈബർ പച്ചക്കറികളിൽ ചീര വളരെ പ്രധാനപ്പെട്ടതാണ്. 2 ബ്രൊക്കോളി. ബ്രൊക്കോളി വൈവിധ്യമാർന്നതും രുചികരവും ഹൃദയത്തിന് ആരോഗ്യകരവുമായ പോഷകങ്ങൾ നിറഞ്ഞതുമാണ് ബ്രൊക്കോളി. ഉയർന്ന അളവിലുള്ള നാരുകളും വിറ്റമിൻ സിയും ഉള്ളതിനാൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുള്ള മറ്റൊരു മികച്ച പച്ചക്കറി കൂടിയാണിത്. ബ്രൊക്കോളിയിൽ ബീറ്റ കരോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തപ്രവാഹത്തിലെ LDL കൊളസ്ട്രോൾ ഓക്സീകരണം തടയാൻ സഹായിക്കുന്നു. 3 വഴുതന. ധാരാളം ധാതുക്കളും വിറ്റമിനുകളും അടങ്ങിയിട്ടുള്ള പച്ചക്കറിയാണ് വഴുതന. കൊളസ്ട്രോൾ അളവ് കുറയ്ക്കുന്നതിന് വളരെ ഫലപ്രദമാണ്. കൂടാതെ ആന്റി ഓക്സിഡന്റ് പ്രവർത്തനത്തിന് കാരണമാകുന്ന ഫൈറ്റോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. വഴുതനങ്ങയിൽ കഫീൽ ക്ലോറോജനിക് ആസിഡ് തുടങ്ങിയ ഫിനോളിക് സംയുക്തങ്ങളും ഫ്ലവനോയിഡ്സും ധാരാളം അടങ്ങിയിട്ടുണ്ട്. 4 വെണ്ടയ്ക്ക. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറിയാണ് വെണ്ടയ്ക്ക. ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള സംയുക്തങ്ങളാണ് പോളിഫിനോൾസ്. ഇത് വെണ്ടയ്ക്കയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയാണ് സോയാബീൻ, ഓട്സ്, നാരുകൾ അടങ്ങിയവ, ഒലിവ് ഓയിൽ, പഴങ്ങളും പച്ചക്കറികളും, മത്സ്യം, വെളുത്തുള്ളി, മീനെണ്ണ, ഗ്രീൻ ടീ, മഞ്ഞൾ എന്നിവ. പച്ചക്കറികളിലും പഴങ്ങളിലും കൊളസ്ട്രോൾ ഒട്ടും തന്നെയില്ല. മാത്രമല്ല ധാരാളം ആന്റി ഓക്സിഡന്റുകളും നാരുകളും ഉണ്ട്. ഓർക്കുക, കൊളസ്ട്രോൾ അളവുകൾ കൂടി നിൽക്കുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടുക അനിവാര്യമാണ്. ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ.